ഹായ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ, അതായത് രാത്രികാല കാഴ്ചകളായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ മോർണിംഗിലുള്ളൊരു കാഴ്ചയുണ്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ നമ്മളെ കാഴ്ചകളുടെ വ്യത്യാസമൊക്കെ ഒന്ന് കണ്ടു നോക്കാനുണ്ട്. ഇവിടെ ഗോപുരത്തിൻ്റെ പണി നടക്കുകയാണ്. അതുകൊണ്ടെല്ലാം പച്ച ഷീറ്റ് വെച്ച് കെട്ടി മറച്ചിരിക്കുകയാണ്. അതെല്ലാം പെയിൻറ്റിങ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ രാവിലെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വലിയ തിരക്കൊന്നും കാണുന്നില്ല. നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇവിടെ കുറേ പൂവൊക്കെ വിൽക്കുന്നുണ്ട്, കോവിലിൽ കൊണ്ടുപോകാനുള്ള ആവശ്യത്തിനായിട്ടുള്ള. ഇവിടുത്തെ ടെമ്പിൾ ഗൈഡിൻ്റെ റേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഇതിൽ കോൺടാക്ട് ചെയ്ത ടെമ്പിൾ ഗൈഡ് നമ്മളെ കൂടെ വന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ കണ്ട ആ തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഇന്ന് രാവിലെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് രാവിലെയുള്ള കാഴ്ചകളെല്ലാം? ഇവിടുത്തെ ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂവിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഒരുപാട് കച്ചവടക്കാർ മുൻപ് കയ്യിൽ ബെൽറ്റ്, പിന്നെ ചുരിദാറിൻ്റെ ഷോള്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട്. എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ കൂടുതൽ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കുങ്കുമം, മധുര മീനാക്ഷി ദേവിയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്. മാല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പാണ് പിന്നെ നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സൗജന്യമായി ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അകത്ത് പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടെയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെരുപ്പ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കും. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നോർത്ത് ടവറിലേക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന വെസ്റ്റ് ടവറാണ്. ഇനി നോർത്ത് ടവറിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്നലെ കണ്ടതിൻ്റെ അത്ര ഒരു തിരക്കും ഈ ഒരു സ്ട്രീറ്റില്ല. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നതിൻ്റെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. പിന്നൊരു പ്രത്യേകത ഉണ്ടോ, ഇവിടെ ഈ മഴയും വെയിലും ഒന്നും കൊള്ളാതിരിക്കാൻ ചെറിയ ഷെൽട്ടറുകൾ ഈ ഫുട്പാത്തിൻ്റെ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇവിടെ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഈ സൈഡിൽ അവിടെ എല്ലാം എന്തോ അടഞ്ഞു കിടക്കുകയാണ്, പകുതി അടഞ്ഞു കിടക്കുകയാണ്. 1-2 ഷോപ്പുകൾ മാത്രമേ അവിടെ തുറന്നിട്ടുള്ളൂ. നമുക്കിനി അടുത്ത ഓരോ നടയും കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് നോർത്ത് ടവറാണ് കേട്ടോ. അവിടെ ഇല്ല വർക്കുകൾ നടക്കുകയാണ്. ഇവിടെയും വലിയ തിരക്കൊന്നും അവിടെയും ഇല്ല കേട്ടോ കാണാനേ. ഇവിടെ എനിക്ക് തോന്നുന്നു രാവിലെ വരാൻ പറ്റിയ സമയവും നമുക്ക് തൊഴാനുള്ള സൗകര്യം എല്ലാം കിട്ടുന്നത് രാവിലെ നമ്മൾ വരുമ്പോഴായിരിക്കും. കാരണം നമ്മൾ സാധാരണ എല്ലാവരും വരുമ്പോഴത്തേക്ക് എങ്ങനെയാലും ഒരു 10-10:30, 11 മണിയൊക്കെ ആവാറുണ്ട്. പക്ഷെ അതിനേക്കാളും ബെറ്റർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് റൂമൊക്കെ എടുത്തതിന് ശേഷം രാവിലെ വന്ന് ദർശനത്തിന് കയറുന്നതായിരിക്കും ഒരു ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം കുറച്ചുകൂടെ വേറൊരു ശൈലിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇനി പറയാൻ വാക്കുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇന്നലെ കണ്ട യാതൊരു ഇതുമല്ല. ഇന്നലെ ഇത്രയും തിരക്കുണ്ടായിരുന്ന സ്ട്രീറ്റിൻ്റെ ഇന്ന് രാവിലത്തെ ഒരു കാഴ്ചയാണ്. ഇത് വേ ടു ഈസ്റ്റ് ടവറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈസ്റ്റ് ടവറിൽ പോകുമ്പോൾ ഒരു കാഴ്ച, ഈസ്റ്റ് ടവറിൻ്റെ കുറച്ച് തിരക്കുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങേറ്റത്ത്. ഈസ്റ്റ് ടവറും അതും പണി നടക്കുക കേട്ടോ. ഈസ്റ്റ് ടവർ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് ടവറിൻ്റെ ആ ഒരു പരിസരത്ത് ഒരു തിരക്കുണ്ട് കേട്ടോ. ഒരു ചെറിയ തിരക്കാണ്, അങ്ങനെ ഓവറായിട്ടുള്ള തിരക്കൊന്നുമല്ല അവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളുടെ അതിൻ്റെ കിലോമീറ്ററും എല്ലാം വെച്ചിട്ടുണ്ട്. തിരുമലൈ നായ്ക്കൻ പാലസ് 2 കിലോമീറ്റർ, എണ്ണൈമലൈ 12 കിലോമീറ്റർ,
അരുതപ്പെട്ടി 24 കിലോമീറ്റർ, തിരുപ്പറംകുന്றம் ഇവിടെ 8 കിലോമീറ്ററുള്ള അങ്ങനെ എല്ലാ സ്ഥലത്തിൻ്റെ ലിസ്റ്റും ഇവിടെ വച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദർശനത്തിൻ്റെ ടൈമാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. വരുന്നവരിതൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും വരുന്നവർക്ക്. അങ്ങനെ കറങ്ങി ഇതാ സൗത്ത് ടവറിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. നമ്മൾ ആ സൗത്ത് ടവറിൻ്റെ അടുത്താണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം നേരെ ആ ഒരു വലത് വെച്ച് സൗത്ത് ടവറിൻ്റെ അടുത്തേക്ക് പോയത്. അവിടെ ഇതാ വലിയ തിരക്കൊന്നുമില്ല കാണുമ്പോഴത്തേക്ക്. ഇതിൻ്റെ മുന്നിലുള്ള ആ കടകളെല്ലാം തുറന്നു വരുന്നത്, സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ സൗത്ത് ടവറിൻ്റെ അടുത്ത് കേട്ടോ. സൗത്ത് ടവറിൻ്റെയും കാര്യമായ തിരക്കൊന്നുമില്ല. അവിടെ എന്താ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഈ ടവറിൻ്റെ ഈ മെയിൻ്റനൻസ് വർക്കുകൾ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇനി ഏകദേശം ഒരു 6 മാസം എടുക്കുമെന്ന് പറയുന്നു. ഇതിനകത്തും കോവിലിനകത്ത് റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ ഗോപുരം പിന്നെ ഇതെല്ലാം അയച്ച് കാണാനുള്ളതിലേക്ക് തുറന്നു തരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് സൗത്ത് ടവറിൻ്റെ അടുത്തെത്തി കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ